മാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് ഊണിന് ഉണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അതിന് മാങ്ങയുടെ ഞെട്ടി നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ എടുക്കുക. മാങ്ങ നല്ല പോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ നീരാണ് ശരിക്കും അതിന് കിട്ടേണ്ടത്. നല്ല പഴുത്തതും പുളിയും പഴുപ്പൊക്കെയുള്ള മാങ്ങയാണ് നല്ലത്. ഇത് പുളിയുണ്ട്, മോര് ചേർക്കാം ഇതിൽ. മാങ്ങയ്ക്ക് പുളിയുള്ളതുകൊണ്ട് ഞാൻ മോര് ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ ചുമന്ന മുളക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. 2 എണ്ണമാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടിങ്ങനെ ഉടച്ചെടുക്കുക. അപ്പോൾ ഉപ്പും മാങ്ങയും ഈ ചുമന്ന മുളകും കൂടി നമ്മൾ കൈകൊണ്ട് തന്നെ ശരിക്കും അത് മിക്സാക്കി എടുക്കണം കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കണതും കാണിക്കാനുണ്ട്. ഇത് വഴുതനങ്ങയുടെ ഒരു കറി കേട്ടോ. ഇത് ചേർത്തല സ്പെഷ്യലാണ്. ആ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടാക്കണതാണ്. പിന്നെ ക്യാബേജ് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഈ മാങ്ങയുടേതാ ഇതുപോലെ ഇങ്ങനെ സൈഡായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നൊരു ഡിഷാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കണ്ണൂർ പയ്യന്നൂർ സ്റ്റൈലാണേ. ഏട്ടൻ്റെ ഇല്ലത്ത് മാമ്പഴക്കാലത്ത് മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. മോരും കൂടി ഒഴിക്കുമ്പോൾ കുറച്ച് നമുക്ക്